ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നിങ്ങൾ ഓൾറെഡി GST രജിസ്ട്രേഷൻ എടുത്തുള്ള ഒരു ബിസിനസ്മാൻ ആണോ? GSTR 1 കൃത്യമായി ചെയ്തില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ GSTR 1 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റിട്ടേൺ ആണ്. ഇത് കൃത്യമായി ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ട് പലരും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പിന്നീട് പോകുന്നതായിട്ടാണ് കാണുന്നത്. GSTR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ വിറ്റുവരവ്, സെയിൽസ് അഥവാ ഔട്ട്വേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് എല്ലാ മാസവും 11-ാം തീയതി നമ്മൾ GSTR 1 നമ്മൾ എന്ത് വേണം, ഫയൽ ചെയ്യേണ്ടതാണ് നോർമൽ സ്കീമിൽ. ഇനി QRMP സ്കീമിലാണെങ്കിൽ 11-ാം തീയതി എന്നുള്ളത് 13-ാം തീയതിക്കുള്ളിലായാൽ ചെയ്താലും മതിയാവും. ഇത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി മാസത്തിലെ ടോട്ടൽ സെയിൽസിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് മാർച്ച് 11-ാം തീയതിക്കുള്ളിൽ നമ്മൾ GSTR 1 ആയിട്ട് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം ഒരു 10 ലക്ഷം രൂപയുടെ സെയിൽസ് മിസ്റ്റർ സുധീഷ് എന്ന് പറയുന്ന വ്യക്തി, മിസ്റ്റർ സജീർ എന്ന് പറയുന്ന വ്യക്തിക്ക് സെയിൽ ചെയ്തിട്ടെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഇതിൽ 2 പേരും GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവിടെ GSTR 1 മാർച്ച് 11-ാം തീയതി സുധീഷ് റിട്ടേൺ ചെയ്യാതിരിക്കുന്ന പക്ഷം മാർച്ച് 20-ാം തീയതി മിസ്റ്റർ സജീറിന് GSTR 3Bയിൽ അതിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ എടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഇങ്ങനെയുള്ള പിന്നീട് വലിയ തരത്തിലുള്ള ഡിസ്പ്യൂട്ടും കാര്യങ്ങളിലേക്കും ഇത് വഴിവെക്കാനായിട്ടുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ GSTR 1 കൃത്യമായ ഡേറ്റിൽ ഫയൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഡീറ്റെയിൽസ്, GSTയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ടാക്സ് ഇന്ത്യയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.